കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു അത് ചെല്ലാനുള്ള ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കേണ്ട ആൾക്കാരെ വണ്ടി ഓടിക്കണല്ലേ, വണ്ടി ഓടിക്കണ എല്ലാവരും ലൈസൻസ് ഉള്ളവരാണ്. പിള്ളേരൊക്കെ വണ്ടി ഓടിക്കണല്ലേ. സ്വർഗസ്ഥനായ പിതാവിലെ ആൾക്കാർ ചെല്ലണ ലൈസൻസ് ഇല്ലാത്ത വണ്ടി ഓടിക്കലാണ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഞാൻ നിന്നെ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ അനുഗ്രഹിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്ത് അഭിഷേകം വരും. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവ പൈതൽ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും ആദ്യം ചോദിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനോട് ലൈസൻസ് ചോദിക്കണം. അല്ല ആ പ്രാർത്ഥന കാണാൻ പഠിച്ചെന്ന് പറഞ്ഞ് ലൈസൻസ് കിട്ടണമെന്നില്ല. വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്കെല്ലാം ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നീ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ. ഇപ്പം നമുക്ക് ദൈവപിതാവിൻ്റെ അടുത്ത് ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില്ല് എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയ ത്രില്ല് എന്താണ്? പാപമില്ലാതെ ഒരു ദിവസമെങ്കിലും ജീവിക്കാനാണ് ത്രില്ല്. ഈ ലോകത്ത് ഏറ്റവും വലിയ ത്രില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? പാപമില്ലാതെ എന്താ പുണ്യത്തോടു കൂടി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണ് ത്രില്ലെന്ന് പറഞ്ഞാൽ. ചാലഞ്ചാണ്. ലോകത്തോടും ശരീരത്തോടും പിശാചോടും വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നിസ്സാര കാര്യപരമാണ്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ്. കാര്യം ഇപ്പം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയണില്ലേ? അപ്പോഴെന്താണ്? അതായത് കർത്താവ് ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന്. അത് ആരാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത്? ആരോടാണ്? നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു, പരമപിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ പിതാവ് ഈശോ ഒന്നായതുകൊണ്ട് ആ പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് ഈശോയോടും കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുഗ്രഹം കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് സ്വർഗസ്ഥനായ പിതാവിനോട് ഈശോ പറയാതെ പറഞ്ഞു വെക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളിനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കർത്താവ് ഇന്ന് ഞാനൊരു പാവം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദൈവപൈതൽ ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ള സാധ്യത തരാനുള്ള ആളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ആ തരാനുള്ള ആൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സീരിയസ് ആയിട്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ടാണ് അത് പറയണമെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പറയണമെങ്കിൽ ക്രമേണ പ്രലോഭനങ്ങളുടെ മേലെ നമുക്ക് വിജയം വരിക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടില്ല അത്രയ്ക്ക് വലിയ പ്രശ്നമാണെന്ന് പാപരഹിതമായി പുണ്യത്തിൽ ജീവിക്കുന്നത്. അത്രയ്ക്ക് വലിയ പ്രശ്നമല്ല. നമുക്കൊരു കൃപ കിട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ ആ കൃപ തരാൻ ദൈവത്തിന് ഇഷ്ടമായത് കൊണ്ടാണ് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ പ്രലോഭനം മാത്രമല്ല, അങ്ങയുടെ നാമം പൂജിതമാകണമെന്നുള്ളതും നമ്മൾ ജീവിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് നാമം പൂജിതമാകുന്നുണ്ടു എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് ആ പ്രാർത്ഥന വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നു വേണ്ട ആഹാരത്തിന് ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഗവൺമെൻറ് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യ സുരക്ഷാ ബില്ല് പാസ്സായെന്നൊക്കെ പറയല്ലേ, അത് സ്വർഗം പാസ്സാക്കിയിരിക്കേണ്ട ഭക്ഷ്യസുരക്ഷാ ബില്ലാണത്. എന്താണത്? അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അത് സത്യസന്ധമായിട്ട് ആ പ്രാർത്ഥന ഒരു മനുഷ്യന് ചെല്ലാനുള്ള ലൈസൻസ് ദൈവസ്നേഹം കിട്ടിയ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന ചെല്ലണമെങ്കിൽ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം വേണം. അത് കിട്ടിയാൽ ലൈസൻസായി. പ്രാർത്ഥന ചെല്ലണമെങ്കിൽ എന്തൊക്കെ വേണം? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യം ദൈവിക പുണ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥന ചൊല്ലാനുള്ള ലൈസൻസായി. ആ ലൈസൻസോട് കൂടി, വിശ്വാസത്തോടു കൂടി, പ്രത്യാശയോടുകൂടി, ദൈവസ്നേഹത്തോടു കൂടി ആണ് നമ്മൾ ദൈവത്തോട് പറയുകയാണ് അതിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ തരാനുള്ള പ്രൊവിഷൻ ഉള്ളത് കൊണ്ടാണ് അത് പ്രാർത്ഥനയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തരേണ്ടത് ദൈവമാണ്, ആ പ്രാർത്ഥന തന്നിരിക്കുന്നത് ദൈവമാണ്. അപ്പോൾ എന്ത് എളുപ്പമായെന്ന് നോക്കി. ഓക്കെ അല്ലേ? താങ്ക് യു.